ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവില്ലേ എലിയുടെ ശല്യം. വീടിൻ്റെ അകത്തായാലും പുറത്തായാലും എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ഒരുപാട് ശല്യം ഉണ്ടാവില്ലേ. അപ്പോൾ ഇവർ നമ്മൾ നട്ടിരിക്കുന്ന കൃഷിയും അതുപോലെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, അതൊക്കെ കുത്തിമറിച്ച് കളയാറുണ്ടല്ലേ. അപ്പോൾ ഇവരെ ഓടിക്കാനുള്ള, ഇവരുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബിസ്ക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഗോതമ്പ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടിയോ മൈദയോ കടലമാവോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു 2-3 ബിസ്ക്കറ്റ് ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ക്രബ്ബർ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ. അപ്പോൾ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഈ സ്ക്രബ്ബർ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തീരെ പൊടിയായിട്ട് വേണം കേട്ടോ നമ്മളിത് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾക്ക് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞ് ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേറെ തന്നെ നമ്മളിതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെ തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഡിഷ് വാഷാണ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഡിഷ് വാഷും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഡിഷ് വാഷും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. കാരണം നമ്മൾ വെള്ളം ഇതിൽ ഒട്ടും ചേർക്കുന്നില്ല. ഡിഷ് വാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈസോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിത് നല്ല ചപ്പാത്തി മാവിന് നമ്മൾ കുഴക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ എലിയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ ഇതുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വീടിന് പുറത്തായാലും അകത്തായാലും ഒക്കെ എലി വരുന്ന ആ ഒരു സ്ഥലങ്ങളിൽ അതിൻ്റെ മാളത്തിൻ്റെയൊക്കെ അടുത്തൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലി വന്ന് ഇത് കഴിച്ചിട്ട് പിന്നെ അവർ ചത്തു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഈ സ്ക്രബ്ബറൊക്കെ എലിയുടെ വയറ്റിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളും പ്രോബ്ലംസൊക്കെ വന്നിട്ട് പിന്നെ അതിന് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ എലി അങ്ങ് ചത്തുപൊക്കോളും. പിന്നെ അതിൻ്റെ ശല്യമേ ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മുടെ വീടിനും പരിസരത്തൊക്കെ നമുക്ക് എലിയെ ഓടിക്കാൻ പറ്റും കേട്ടോ. എലി ആയാലും പെരിച്ചാഴി ആയാലും ഇത് കഴിച്ചാൽ പിന്നെ ആ പരിസരത്തേക്ക് പിന്നെ എലികളുടെ ശല്യം ഉണ്ടാവില്ല. അപ്പം നല്ലൊരു ടിപ്പാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പം എലിയുടെ ശല്യം ഉള്ളവരൊക്കെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്